Now let's explain the remaining part of the chapter Letters from the Mothers of Nenjamparam by M.A. Rahman. The Central Agricultural Department, which is manifesting undue haste to export endosulfan and which has not evinced half as much urgency in resisting this grotesque life-destructive phenomenon, is actually toying with people's life. The mercenary profiteers amongst the academic community of the agricultural scientists who are ignorant about the geography or culture of Kasargod or the inherent contradictions embedded in the fact that the plantation corporation is spread over 11 panchayats, are trying to deprive the victims of even the basic humanitarian consideration they deserve. They countered the study conducted by Sunita Narayan of CSE in 2000 and Dr. Habibullah Saeed of NIOH in 2012 in the same manner. Okay, now let's explain. The Central Agricultural Department, which is manifesting undue haste to export endosulfan and which has not evinced half as much urgency in resisting this grotesque life-destructive phenomenon, is actually toying with people. സെൻട്രൽ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻഡോസൾഫാൻ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് പറ്റി വലിയ ധൃതിയാണ് കാണിച്ചത്. കണ്ടോ, ഹാസ്റ്റ് മീൻസ് ധൃതി, എക്സ്പോർട്ട് ചെയ്യുക അല്ലേ. സെൻട്രൽ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻഡോസൾഫാൻ ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുന്നതിൽ വലിയ ധൃതിയാണ് കാണിച്ചത്. വിച്ച് ഹാസ് നോട്ട് എവിൻസ്ഡ്, ഒരു അർജൻസിയും കാണിച്ചില്ല. റെസിസ്റ്റിംഗ് ദിസ് ഗ്രോട്ടസ്ക് ലൈഫ്, ഈ ഒരു ഗ്രോട്ടസ്ക് മീൻസ് ഫിയർ ഇൻഡ്യൂസിങ്, ഈ ഒരു പേടിപ്പെടുത്തുന്ന ഫിയർ ഇൻഡ്യൂസിങ് ഗ്രോട്ടസ്ക്, ഈ ഒരു പേടിപ്പെടുത്തുന്ന ഈ ഒരു ലൈഫിനെതിരെ, ഈ ഒരു ഇതിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാവുന്ന പേടിപ്പെടുത്തുന്ന ഇമ്പാക്റ്റിനെതിരെ ഇവർ ഒരു നീക്കുപോക്കും വെച്ചില്ല അല്ലേ. ജീവനെ നശിപ്പിക്കുന്ന ഈ ഒരു കൊടും വിഷത്തെ തടയാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യവും ഇവർ കാണിച്ചില്ല. അവർ എന്താണ് ആക്ച്വലി ചെയ്തത്? ആക്ച്വലി ടോയിങ് വിത്ത് പീപ്പിൾസ് ലൈഫ്, ജനങ്ങളുടെ ജീവിതം കൊണ്ട് അമ്മാനമാടുകയാണ് അവർ ചെയ്തത്. ഓക്കെ, എവിൻസ്ഡ് മീൻസ് ഷോഡ്, അവർ കാണിച്ചില്ല എന്നുള്ള മീനിങ് ആട്ടോ. നോട്ട് എവിൻസ്ഡ് മീൻസ് നോട്ട് ഷോയിങ്, ഒരു ധൃതിയും കാണിച്ചില്ല. ദ മെർസിനറി പ്രോഫിറ്റേഴ്സ് എമംഗ്സ് ദ അക്കാദമിക് കമ്മ്യൂണിറ്റി ഓഫ് ദ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ഹു ആർ ഇഗ്നറൻറ്റ് അബൌട്ട് ദ ജിയോഗ്രഫി ഓർ കൾച്ചർ ഓഫ് കാസർഗോഡ്. ആക്ച്വലി കൃഷിശാസ്ത്രജ്ഞന്മാരുടെ അക്കാദമിക് കൗൺസിലിൽപ്പെട്ട ദ മെർസിനറി പ്രോഫിറ്റേഴ്സ് പറഞ്ഞാൽ അവർക്ക് ഓൺലി പൈസക്ക് മാത്രം ആഗ്രഹം ഉണ്ടാവണമല്ലോ, കൊമേഴ്ഷ്യൽ മൈൻഡഡ് ആയിട്ടുള്ള, പൈസക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ, അതാണ് മെർസിനറി പ്രോഫിറ്റ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. മെർസിനറി പ്രോഫിറ്റേഴ്സ്, പൈസക്ക് ഓൺലി ഇൻട്രസ്റ്റഡ് മണി, പൈസക്ക് മാത്രം ആഗ്രഹമുള്ള മെർസിനറി പ്രോഫിറ്റേഴ്സായ അക്കാദമിക് കമ്മ്യൂണിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ഹു ആർ അക്കാദമിക് കമ്മിറ്റിയിൽപ്പെട്ട കൃഷിശാസ്ത്രജ്ഞന്മാർ. ഈ ഒരു എൻഡോസൾഫാനിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഹു ആർ ഇഗ്നറൻറ്റ്, അവർ അജ്ഞരാണ്. എബൌട്ട് ദ ജിയോഗ്രഫി ആൻഡ് കൾച്ചർ ഓഫ് കാസർഗോഡ്, കാസർഗോഡിൻ്റെ കുറിച്ചുള്ള ജീവശാസ്ത്രപരമായ രീതിയിലും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും ഇവർ അജ്ഞരാണ്. കൾച്ചർ എന്ത് സംഭവിച്ചാലും, അവിടുത്തെ ഭൂമിക്ക് എന്ത് സംഭവിച്ചാലും, ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്ക് എന്ത് മാത്രമേ ആഗ്രഹമുള്ളൂ? ദേവർ മെർസിനറി പ്രോഫിറ്റേഴ്സ്, മണി മൈൻഡഡ് പീപ്പിൾ, അവർക്ക് പൈസ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവർ ജോഗ്രഫിയെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചൊക്കെ അവർക്ക് അറിവില്ല. ഓർ ഇൻഹറൻറ്റ് കോൺട്രഡിക്ഷൻസ് എംബഡഡ് ഇൻ ദ ഫാക്ട് ദാറ്റ് ദ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈസ് സ്പ്രെഡ് ഓവർ 11 പഞ്ചായത്ത്. ഈ ഒരു സമയത്ത് തന്നെ കോൺട്രഡിക്റ്ററി ആയിട്ട് അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ധാരാളം വന്ന് 11 പഞ്ചായത്തുകളിൽ ഈ ഒരു എൻഡോസൾഫാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻസുകൾ ഉണ്ടായി. ആർ ട്രൈങ് ടു ഡിപ്രൈവ് ദ വിക്ടിംസ് ഓഫ് ഈവൻ ദ ബേസിക് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ദേ ഡിസേർവ്. അവർ ശ്രമിച്ചു ഡിപ്രൈവ്, ഈ ഒരു എൻഡോസൾഫാൻ ഇരകളെ ഡിപ്രൈവ് ചെയ്യാൻ, അടിച്ചമർത്താൻ, ഓഫ് ഈവൻ ദ ബേസിക് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ദേ ഡിസേർവ്, അവരൊരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ പോലും അവർക്ക് കൊടുത്തില്ല. മനുഷ്യത്വപരമായ ഒരു പരിഗണന പോലും അവിടെയുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന് അവർ കൊടുത്തില്ല. ഓക്കെ, ദെൻ
They countered the studies conducted by Sunita Narayan of CSE in 2000 and Dr. Habibullah Saeed of NIOH in 2012 in the same manner. അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയവരെ അവർ അന്വേഷിച്ചു അല്ലേ. സുനിത നാരായൺ ഓഫ് CSE ഇൻ 2000 സുനിത നാരായണനെക്കുറിച്ച് സ്റ്റഡി നടത്തി. ഹാബിദുള്ള സയ്യിദ് ഓഫ് NIOH എന്താ അതിൻ്റെ ഫുൾ ഫോം എഴുതി വെച്ചോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, NIOH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. ആ രണ്ട് ഏജൻസികളും എന്ത് ചെയ്തു, പഠനം നടത്തി. ആബിദുള്ള സയ്യിദും സുനിത നാരായണനും അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി. Now that Calicut Medical College study which says endosulfan is the root cause of all the severe health problems has found the light of the day. The manufacturers of the pesticide have issued notice against the doctors in the area. The NIOH study of 2002 has unequivocally proved that these diseases are caused by endosulfan. This 92-page report was suppressed when the Central Agricultural Department hastily furnished a report exonerating the Plantation Corporation of all culpability and submitted it to the Supreme Court. Thus they steered clear of trouble. Now that the Calicut Medical College കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റഡി വിച്ച് സെയ്സ്, ആ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീം ആളുകൾ പഠനം നടത്തിയതിൽ കണ്ടെത്തിയത്, വിച്ച് സെയ്സ് ആ ഒരു പഠനത്തിൽ പറയുന്നത്, എൻഡോസൾഫാൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ്. എല്ലാ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും റൂട്ട് കോസ്, അതിൻ്റെ വേര്, അതിൻ്റെ കാരണം, മൂല്യമായിട്ടുള്ള കാരണം എന്താണ്, എൻഡോസൾഫാൻ ആണെന്നാണ് അവരുടെ പഠനത്തിൽ കണ്ടെത്തിയത്. ദ മാനുഫാക്ചേഴ്സ് ഓഫ് ദ പെസ്റ്റിസൈഡ് ഹാവ് issued notice against the doctors in the area. ഇതിൻ്റെ എൻഡോസൾഫാൻ നിർമ്മിക്കുന്ന മാനുഫാക്ചേഴ്സ്, ഈ പെസ്റ്റിസൈഡ്, ഈ ടോക്സിക് ആയിട്ടുള്ള ഈ വസ്തു ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഈ ഒരു പഠനം നടത്തിയ ഡോക്ടേഴ്സിനെതിരെ നോട്ടീസ്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു നോട്ടീസുകൾ ഉണ്ടാക്കി. ദ NIOH സ്റ്റഡി ഓഫ് 2002 ഹാസ് unequivocally proved that these diseases are caused by endosulfan. unequivocally means very clearly, without any doubt. ഒരു ഡൗട്ടില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അസുഖം എൻഡോസൾഫാൻ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ലോകത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുന്നത് എന്ന് NIOHൻ്റെ പഠനത്തിൽ വളരെ ക്ലിയറായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ദിസ് 92-page റിപ്പോർട്ട് വാസ് സപ്രസ്ഡ്. ഈ എഴുതിയ 92 പേജുള്ള റിപ്പോർട്ട്, ഈ പഠനം നടത്തി എഴുതിയ 92 പേജുള്ള റിപ്പോർട്ട് സപ്രസ്ഡ് ചെയ്തു, അവർ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. സെൻട്രൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ്റ്റിലി ഫർണിഷ്ഡ് എ റിപ്പോർട്ട്. ആ സെൻട്രൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു റിപ്പോർട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ പഠനം നടത്തിയ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് അല്ലേ സെൻട്രൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പഠനം നടത്തിയ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുകയും പ്ലാന്റേഷൻ കോർപ്പറേഷനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് വേറൊരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്താ ചെയ്തത്, എക്സോണറേറ്റിംഗ് മീൻസ് റിലീസ് ചെയ്തുകൊണ്ട്, കുറ്റവിമുക്തമാക്കിക്കൊണ്ട് യഥാർത്ഥ പഠനം നടത്തിയ റിപ്പോർട്ട് സപ്രസ് ചെയ്തു. എന്നിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ധൃതിയായിട്ട് വേറെ റിപ്പോർട്ട് ഫർണിഷ് ചെയ്തു, മെയ്ഡ് ചെയ്തു. എന്നിട്ടോ എക്സോണറേറ്റിംഗ്, എന്താണ് ആ റിപ്പോർട്ട് ിലുള്ളത്, എക്സോണറേറ്റിംഗ് ദ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് ഓഫ് ഓൾ കൾപ്പബിലിറ്റി, എല്ലാ ഗിൽറ്റിൽ നിന്നും, എല്ലാ കൾപ്പബിലിറ്റി മീൻസ് ഗിൽറ്റ്, എല്ലാ കുറ്റത്തിൽ നിന്നും, എല്ലാ തെറ്റിൽ നിന്നും, എന്താണ് ഗിൽറ്റ്, ബ്ലെയിം, എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തമാക്കിക്കൊണ്ടായിരുന്നു ആ റിപ്പോർട്ട്. ആൻഡ് സബ്മിറ്റഡ് ഇറ്റ് ടു ദ സുപ്രീം കോർട്ട്. ദസ് ദേ സ്റ്റിയർഡ് ക്ലിയർ ഓഫ് ട്രബിൾ. അത് സുപ്രീം കോർട്ടിലേക്ക് അവർ സമർപ്പിക്കുകയും ചെയ്തു. Okay, we have the next paragraph. Had the government taken the initiative to conduct autopsy of the victims who are
dying day by day and undertaken legal measures to ascertain the levels of endosulfan in the fat accumulated in the internal organs of the victims. Matters would have become easier and also more scientific. We are also trying to come to terms with another shocking contradiction. The Central University has allotted 300 acres of land in Periya by government of Kerala. The land is acceptable to the university only if it is proved to be uncontaminated by endosulfan. The pesticide issue is impacting the rights of civil society. Now let's explain. Had the government taken the initiative to conduct autopsy of the victims who are dying day by day, ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ആരംഭം കുറിച്ചു. കണ്ടക്ട് ഓട്ടോപ്സി അല്ലേ, ഒരു ടെസ്റ്റ് നടത്താൻ, ഓട്ടോപ്സി നടത്താൻ വിത്ത് ദ വിക്ടിംസ് ഹൂ ആർ ഡൈങ് ഡേ ബൈ ഡേ, ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിക്ടിംസിനെ ഒരു പരിശോധന നടത്താൻ ഇവർ തീരുമാനിച്ചു. മെഡിക്കൽ ഗവൺമെൻറ് അതിനുള്ളൊരു ശ്രമം തുടങ്ങി. ഈ ഒരു ശവശരീരങ്ങളുടെ ശരിയായിട്ടുള്ളൊരു പരിശോധന നടത്തിയിട്ട് എത്രമാത്രം എൻഡോസൾഫാൻ ഇവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തിയാൽ എന്താണ്, അങ്ങനെ ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ അല്ലേ വളരെ ഉപകാരമാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അണ്ടർടേക്കൻ ദ ലീഗൽ മെഷേഴ്സ് ടു അസർട്ടൈൻ ദ ലെവൽസ് ഓഫ് എൻഡോസൾഫാൻ ഇൻ ദ ഫാറ്റ് അക്കുമുലേറ്റഡ് ഇൻ ദ ഇൻറ്റേർണൽ ഓർഗാൻസ് ഓഫ് ദ വിക്ടിംസ്. ഇൻറ്റേർണൽ ഓർഗാൻസിലും അവരുടെ ഫാറ്റിലൊക്കെ എത്രത്തോളം എൻഡോസൾഫാൻ്റെ അംശമുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. മാറ്റേഴ്സ് വുഡ് ഹാവ് ബിക്കം ഈസിയർ. അങ്ങനെ ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മെച്ചപ്പെടുത്താനും ആ ഒരു പഠനം നടത്താൻ ഈസിയുമാകുമായിരുന്നു. അത് ഒരു സയൻറ്റിഫിക് മെത്തേഡ് കൂടി ആകുമായിരുന്നു. ഗവൺമെൻറ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കാണിക്കുകയാണെങ്കിൽ, അങ്ങനൊരു പഠനം ഗവൺമെൻറ് നടത്തിയിരുന്നെങ്കിൽ. വി ആർ ഓൾസോ ട്രൈങ് ടു കം ടു ടേംസ് വിത്ത്, കാരണം ഇതൊരു ലെറ്ററാണല്ലോ, ആ ലെറ്ററിലൂടെ പറയാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ എത്രത്തോളം എൻഡോസൾഫാൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ ലെറ്റർ എഴുതാണ് സുപ്രീം കോർട്ടിലേക്ക്. എന്നിട്ട് ഇതിൽ കുറേ അമ്മമാരെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയാണ് ഇത് സാങ്ഷൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, വി ആർ ഓൾസോ ട്രൈങ് ടു കം ടു ടേംസ് വിത്ത് അനദർ ഷോക്കിംഗ് കോൺട്രഡിക്ഷൻ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കേട്ടത്, വേറൊരു പ്രധാനപ്പെട്ട കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു ഷോക്കിംഗ് ന്യൂസ് ഉള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി വാസ് അലോട്ടഡ് 300 acres ഓഫ് ലാൻഡ് ഇൻ പെരിയ ബൈ ഗവൺമെൻറ് ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി വാസ് അലോട്ടഡ് 300 acres. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് 300 ഏക്കർ ഭൂമി പെരിയയിൽ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്, കേരള ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ദ ലാൻഡ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദ യൂണിവേഴ്സിറ്റി ഓൺലി ഇഫ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ടു ബി അൺകണ്ടാമിനേറ്റഡ് ബൈ എൻഡോസൾഫാൻ. ഈ ഒരു ഭൂമി ഇവർക്ക് എൻഡോസൾഫാൻ വിമുക്തമാണ് ഈ ഭൂമി എന്ന് തെളിയിച്ചാൽ മാത്രമേ യൂണിവേഴ്സിറ്റി ഈ സ്ഥലം ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ദ പെസ്റ്റിസൈഡ് ഇഷ്യൂ ഈസ് ഇമ്പാക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. ഈ ഒരു പെസ്റ്റിസൈഡ് ഇഷ്യൂ നമ്മുടെ സൊസൈറ്റിയിലെ പൗരന്മാരെ വളരെയധികം ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൗരത്വ സൊസൈറ്റിയെ ഇത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. I think this is the last stanza of the letter. Now the villages of the Kasaragod have become the settings for the macabre dance of death. On the one hand, there is the dread and trepidation about the poison deposit in Nanjambaram. On the other, the everyday dance of death. With the firm conviction that these reasons may suffice for endosulfan to be banned, we submit before the Supreme Court this affidavit on behalf of the infant of Nanjambaram. Now the village of Kasaragod have become the setting for macabre dance of death. Macabre means മരണം അഴിഞ്ഞാടുന്ന സ്ഥലം, അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് ബിക്കോസ് കൺസേൺഡ് വിത്ത് ഓർ കോസിങ് ഫോർ ഫിയർ ഓഫ് ഡെത്ത് അല്ലേ, മരണം അഴിഞ്ഞാടുന്ന സ്ഥലം എന്നുള്ള മീനിങ് ആണ് മക്കാബ്രെ ഡാൻസ്, മരണത്തിൻ്റെ ഡാൻസ് അല്ലേ. നൗ ദ വില്ലേജ് ഓഫ് കാസർഗോഡ് ഹാവ് ബിക്കം ദ സെറ്റിംഗ് ഫോർ ദ മക്കാബ്രെ ഡാൻസ് ഓഫ് ഡെത്ത്. കാസർഗോഡിലെ പല ഗ്രാമങ്ങളും ഇന്ന് മരണം അഴിഞ്ഞാടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. വില്ലേജ് ഓഫ് കാസർഗോഡ് ഹാഡ് ബിക്കം ദ സെറ്റിംഗ് ഓഫ് മക്കാബ്രെ ഡാൻസ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ഡാൻസ് നടക്കുന്ന, മരണം അഴിഞ്ഞാടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്
നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിലെ പല ഗ്രാമങ്ങളും ഇന്ന് എൻഡോസൾഫാൻ കാരണമായിട്ട്. ഓൺ ദ വൺ ഹാൻഡ് ദർ ഈസ് ദ ഡ്രെഡ് ആൻഡ് ട്രെപ്പിഡേഷൻ അബൌട്ട് ദ പോയ്സൺ ഡെപ്പോസിറ്റ് ഇൻ നെഞ്ചമ്പറമ്പ്. ഓൺ ദ വൺ ഹാൻഡ്, ഒരു ഭാഗത്ത്, ഒരു കയ്യിൽ, ഒരു ഭാഗത്ത്, ദർ ഈസ് ദ ഡ്രെഡ്. ഡ്രെഡ് മീൻസ് ഫിയർ ആൻഡ് ട്രെപ്പിഡേഷൻ മീൻസ് ആൻസൈറ്റി. ഒരു ഭാഗത്ത് ഫിയറും ആൻസൈറ്റിയും എബൌട്ട് ദ പോയ്സൺ ഡെപ്പോസിറ്റ് ഇൻ നെഞ്ചമ്പറമ്പ്. നെഞ്ചമ്പറമ്പിൽ കുഴിച്ചിട്ട പോയ്സനെ കുറിച്ചിട്ടുള്ള പേടിയും ഭീതിയുമാണ് ഒരു ഭാഗത്ത്. ഓൺ ദ അതർ ദ എവരിഡേ ഡാൻസ് ഓഫ് ഡെത്ത്. ഒരു ഭാഗത്ത് മരണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ദിവസേനയുള്ള മരണത്തിൻ്റെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വിത്ത് ദ ഫേം കൺവിക്ഷൻ ദാറ്റ് ദീസ് റീസൺസ് മേ സഫൈസ് ഫോർ എൻഡോസൾഫാൻ ടു ബി ബാൻഡ്. ഇത്രയും കാരണങ്ങൾ തന്നെ മതി, എൻഡോസൾഫാൻ ബാൻ ചെയ്യാനുള്ള കാരണങ്ങൾ ഇത്രയും തന്നെ മതി. വി സബ്മിറ്റ് ബിഫോർ ദ സുപ്രീം കോടതി ദിസ് അഫിഡവിറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻഫാൻറ്റ് ഓഫ് നെഞ്ചമ്പറമ്പ്. ഈ കാരണങ്ങളെല്ലാം തന്നെ ഈ ഒരു എൻഡോസൾഫാനെ ബാൻ ചെയ്യാനുള്ള കാരണങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നെഞ്ചമ്പറമ്പിലെ നെഞ്ചമ്പറമ്പിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി ഈ സത്യവാങ്മൂലം പരമോന്നത കോടതിക്ക് മുന്നാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വി സബ്മിറ്റ് ബിഫോർ ദ സുപ്രീം കോർട്ട്. ഞങ്ങൾ സുപ്രീം കോർട്ടിൻ്റെ മുൻപാകെ ഈ സത്യവാങ്മൂലം, അഫിഡവിറ്റ്, ഈ ഒരു സത്യവാങ്മൂലം നെഞ്ചമ്പറമ്പിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രയും റീസൺസ് തന്നെ മതി ഈ എൻഡോസൾഫാൻ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലെറ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. The Supreme Court verdict delivered on 17/1/2017 announced a compensation of 5 lakhs for each afflicted family as interim relief, which had to be disbursed with 5 months of the verdict. Thus, this letter has great impact on the crusade against endosulfan. അപ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് ഈ ലെറ്റർ നൽകിയതിന് ശേഷം 17/1/2017 അതിന് വിധി വരികയും എന്നിട്ട് എല്ലാ എൻഡോസൾഫാൻ അഫ്ലിക്റ്റഡ് ആയ ആളുകൾക്ക് 5 lakh വീതം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് ആ വിധി വന്ന് 5 മാസം കൊണ്ട് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ഒരു ലെറ്റർ വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ എൻഡോസൾഫാനെ ക്രൂസൈഡ് ചെയ്യാൻ, തടവിലാക്കാൻ, എൻഡോസൾഫാൻ ബാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമായി ഈ ഒരു ലെറ്റർ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.